ഹായ് നമസ്കാരം. മലപ്പുറത്ത് ശരീരത്തിൽ കമ്പി തുളഞ്ഞു കയറി 2 ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം പാലത്തിന്റെ കൈവരിയിൽ ബുള്ളറ്റ് ഇടിച്ചു കയറി. പാലത്തിന്റെ കൈവരി നിർമ്മിക്കാൻ സ്ഥാപിച്ചിരുന്ന കമ്പികൾ ശരീരത്തിൽ തുളഞ്ഞു കയറിയാണ് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വെളിയങ്കോടായിരുന്നു സംഭവം. വെളിയങ്കോട് അങ്ങാടി കിഴക്കും ഭാഗം കപ്പിച്ചാർ പള്ളിക്ക് സമീപം താമസിക്കുന്ന ആഷിഖ് 19 വയസ്സ്, ബന്ധുകൂടിയായ കരിങ്കല്ലത്താണി സ്വദേശി മട്ടേരി വളപ്പിൽ ഫാസിൽ 19 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 9 മണിയോടെ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലായിരുന്നു അപകടം. ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് തെന്നിമറിയുകയും തുടർന്ന് പാലത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ കൈവരി വാർക്കാനായി സ്ഥാപിച്ചിരുന്ന കമ്പികൾ ഇവരുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഏറെ പണിപ്പെട്ടാണ് ഇരുവരെയും പുറത്തെടുത്ത് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം മേൽമുറിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ഇന്നത്തെ ദുരന്തം. ഓട്ടോറിക്ഷയും KSRTC ബസും കൂട്ടിയിടിച്ച് മാതാപിതാക്കളും മകളുമാണ് മരിച്ചത്. മോങ്ങം തൃപ്പഞ്ചി സ്വദേശികളായ അഷ്റഫ് 45 വയസ്സ്, ഷാജിദ 37 വയസ്സ്, ഫിദ 15 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അഷ്റഫ് ആയിരുന്നു ഓട്ടോ ഓടിച്ചത്. ഫിദയെ +1 ചേർക്കാൻ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നതിനിടെയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലേക്ക് എതിരെ വന്ന ഓട്ടോറിക്ഷ ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോറിക്ഷ തെറ്റായ ദിശയിലാണ് എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓട്ടോ വരുന്നത് കണ്ട് ബസ് ഒരു വശത്തേക്ക് ഒതുക്കാൻ ഡ്രൈവർ പരമാവധി ശ്രമിച്ചെങ്കിലും ഇതിനിടെ ഓട്ടോറിക്ഷ ഇടിച്ചു കയറുകയായിരുന്നു. അഷ്റഫും ഫിദയും തൽക്ഷണം മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സാജിദ മരിച്ചത്. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൂവരും. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ്സിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓട്ടോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ബസ് വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു.